ഹലോ, എല്ലാവർക്കും നമ്മുടെ ഡേ 4ലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എന്നും രാവിലെ കഴിക്കുന്നത് ഇന്നതാണ്, ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ഞാൻ പറയുന്നതിലും ഭേദം എൻ്റെ അനുഭവങ്ങൾ ഓരോ ദിവസം പങ്കുവെക്കുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാൻ എന്താ കഴിക്കുന്നതെന്നുള്ളത്. അപ്പം ഞാൻ വെയിറ്റ് ലോസ് ചെയ്തപ്പോഴത്തേന് എനിക്ക് കുറച്ച് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, എനിക്ക് കുറച്ച് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴത്തേന് ഇതൊക്കെ ഒന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പം ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കരുതിയിരുന്നൊരു കാര്യമാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ വണ്ണം വെക്കും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്കോ വൈകിട്ടോ പിന്നെ ഹെവി ആയിട്ട് കഴിക്കാം എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അത് നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു ധാരണയാണ്. ഇപ്പം നമ്മളൊരു ഫുൾ മീല് സ്കിപ്പ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് പിന്നീട് എത്ര കഴിച്ചാലും നമുക്ക് വെയിറ്റ് വെക്കത്തില്ല, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു തോന്നലെന്ന് വെച്ചാൽ അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു 11 മണിയൊക്കെ ആകുമ്പോൾ വിശക്കും. നമ്മൾ വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റിലാണെന്നോ അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് കുറയ്ക്കണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ ചിന്തയിൽ വരത്തില്ല. എന്തൊക്കെയാണ് നമ്മുടെ കൈ കിട്ടുന്നത് അതെടുത്ത് കഴിക്കാനേ നോക്കുള്ളൂ. അത് നമ്മളൊരു അളവില്ലാതെ തന്നെ വാരി വലിച്ചിട്ട് കഴിക്കുകയും ചെയ്യും. നമ്മൾ ഈ കഴിക്കുന്നത് കൂടുതലും ജങ്ക്സ് ആയിരിക്കുകയും ചെയ്യും. അപ്പം നമുക്കത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണേലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ പലരും എനിക്ക് കമൻറ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, അതിന് പകരമായിട്ട് ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് കഴിച്ചോട്ടെ എന്ന്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ ഒരു പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് സാധ്യമാകുന്നതാണ് എൻ്റെ ഒരു അനുഭവം. ഓരോരുത്തർക്കും ഓരോ അനുഭവമാണല്ലോ. അതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് വെയിറ്റ് സ്റ്റക്കായിട്ട് നിൽക്കുക എന്നുള്ളത്. ചിലർക്ക് ഇപ്പോൾ ഒരു 70 കിലോ ഒക്കെ എത്തിക്കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കുറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഇപ്പം നമുക്കൊരു ടാർഗറ്റ് കാണും. അത് എത്തിക്കഴിയുമ്പോൾ ഇപ്പോൾ 70 നമ്മുടെ ടാർഗറ്റ് എങ്കിൽ അത് എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര ലിബറലാവും. ഇപ്പം ഇത്ര ആയല്ലോ, ഇനിയിപ്പോൾ കുറയ്ക്കണ്ടല്ലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കൂടിയാലും കുഴപ്പമില്ലല്ലോ, അങ്ങനെ ഒരു നമ്മൾ ഡയറ്റ് എന്നുള്ളൊരു ഇതിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ വെയിറ്റ് സ്റ്റക്കായിട്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് അങ്ങനെയായിരുന്നു ഒരനുഭവം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് പലരും പറയുന്നുണ്ട് കുക്കീസ് ഹെൽത്തി അല്ല. പിന്നെ ഞാൻ മിക്സ്ചർ കഴിക്കുന്ന വീഡിയോയിൽ നമ്മളിതൊക്കെ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നൊരു കാര്യങ്ങളാണ്. പെട്ടെന്ന് അത് നിർത്താൻ ആരെക്കൊണ്ടും പറ്റത്തില്ല, എനിക്കും പറ്റത്തില്ല കേട്ടോ. നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് എന്ത് കണ്ടാലും ക്രേവിങ്സ് വരും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുവാണെങ്കിൽ, അതായത് നമുക്ക് ഇപ്പം കഴിക്കണമെന്ന് എന്താണെന്ന് തോന്നും, അത് നമ്മൾ അളവ് കൂട്ടി കഴിക്കാണ്ട് നമ്മൾ നേരത്തെ കഴിക്കുന്നതിൽ അളവ് കുറച്ച് എന്തും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കാണെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. അല്ലാണ്ടൊരു ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾ ഡയറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇതൊന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒരിക്കലും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണറോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വല്ല ഡയറ്റീഷ്യൻ്റെ അടുത്ത് ചോദിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. പിന്നെ ഒരാൾ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഞാൻ രാവിലെ വെറും വയറ്റിൽ എന്താ കുടിക്കുന്നത്, ചായയോ കാപ്പിയോ വല്ലതും കുടിക്കുമെന്ന്. ഞാൻ ചായയും കാപ്പിയും ഒന്നും കുടിക്കത്തില്ല. വെറും വയറ്റിൽ ഞാൻ വെള്ളമാണ് കുടിക്കുന്നത്. ഞാൻ തലേദിവസം എൻ്റെ ബോട്ടിൽ ഫില്ല് ചെയ്ത് വെക്കും, എന്നിട്ട് പിറ്റേ ദിവസം അത് കഴിക്കും. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു കാര്യങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. ഞാൻ 10,000 സ്റ്റെപ്സ് നടന്നു. രാവിലെ പുട്ടും ചിക്കനും കഴിച്ചു, ഉച്ചയ്ക്ക് ചിക്കനും ചെറുപയറും കഴിച്ചു, വൈകിട്ട് പൊട്ട് വളരെ ജ്യൂസും കുടിച്ചു. അപ്പം ഞാനൊരു ഹെൽത്തി ആയിട്ട് തന്നെ എൻ്റെ വെയിറ്റ് ലോസ് സാധ്യമാക്കി.